നമസ്കാരം. മരിക്കുന്നതിന് തൊട്ടുമുൻപ് ഫസീല മാതാവ് സക്കീനയ്ക്ക് വാട്സാപ്പിൽ അയച്ച അവസാന സന്ദേശത്തിൽ ഭർത്തൃ വീട്ടിൽ ആ 23-കാരി അനുഭവിച്ച പീഡനങ്ങളെ ആഴമുണ്ടായിരുന്നു. ഉമ്മ, ഞാൻ രണ്ടാമത് ഗർഭിണിയാണ്. നൗഫൽ എൻ്റെ വയറിന് കുറെ ചവിട്ടി. ഇവിടുത്തെ ഉമ്മ എന്നെ തെറി വിളിച്ചു. ഞാൻ മരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ എന്നെ കൊല്ലുമെന്നായിരുന്നു ആ സന്ദേശം. ചൊവ്വാഴ്ച രാവിലെ 6:49 അയച്ച ഈ സന്ദേശങ്ങൾ കാണുവാൻ അരമണിക്കൂർ വൈകിപ്പോയെന്ന് പറയുമ്പോൾ പിതാവ് അബ്ദുൾ റഷീദിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരേ ഒരു മോളാണ്, അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് തന്നെ. ഇങ്ങോട്ട് പോരാമായിരുന്നു അവൾക്ക്. സന്ദേശങ്ങൾ കണ്ട് നൗഫലിന്റെ വീട്ടിൽ ഓടിയെത്തുമ്പോഴേക്കും ഫസീലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ആരുടെയൊക്കെയോ കയ്യിൽ ഒന്നും അറിയാതെ ഉറങ്ങുന്ന കൊച്ചുമോനെയും വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിയപ്പോൾ മകൾ പോയെന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞു. അവളുടെ മുഖമൊന്ന് കാണാൻ പോലുമുള്ള മനോധൈര്യം എനിക്കുണ്ടായില്ലെന്ന് കരച്ചിലമർത്തി അബ്ദുൾ റഷീദ് പറഞ്ഞു. 10 മാസം പ്രായമായ കൊച്ചുമകൻ മുഹമ്മദ് സയാനെ മാറോട് ചേർത്ത് പിടിച്ച് മരവിച്ചിരിക്കുകയാണ് മാതാവ് സക്കീന. ഉത്സവപ്പറമ്പിൽ മധുര പലഹാരങ്ങൾ വിറ്റ് സ്വരുക്കൂട്ടിയ പണം പോരാതെ വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന 5 സെന്റും കൊച്ചു വീടും വിറ്റാണ് മകളെ വിവാഹം ചെയ്തയച്ചത്. വിവാഹം പിറ്റേന്ന് ഭർത്തൃമാതാവ് വാങ്ങി സൂക്ഷിച്ച സ്വർണം പിന്നെ വീട്ടുകാർ കണ്ടിട്ടില്ല. വിവാഹത്തിന് മുൻപ് കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിസ്റ്റായിരുന്നു ഫസീല. എന്നാൽ പിന്നീട് നൗഫൽ ജോലിക്ക് പോകാനും അനുവദിച്ചില്ല. ഒറ്റയ്ക്ക് സ്വന്തം വീട്ടിൽ വരാൻ പോലും പറ്റിയിരുന്നില്ല. മകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുതെന്ന് കരുതി ഒരു ചാക്ക് അരി, 20 കിലോ പഞ്ചസാര എന്നിങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളെല്ലാം തന്നെ 3 മാസം കൂടുമ്പോൾ അബ്ദുൾ റഷീദ് നൗഫലിന്റെ വീട്ടിൽ എത്തിച്ചിരുന്നു. സഹോദരന്റെ വീട്ടിലായിരുന്ന നൗഫലും കുടുംബവും കഴിഞ്ഞ മാസമാണ് തറവാട്ട് വീട്ടിലേക്ക് മടങ്ങിയത്. അന്ന് വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറും ഇലക്ട്രോണിക് സാധനങ്ങളും അടക്കം വാങ്ങി നൽകി. ഞാൻ പണക്കാരനായതുകൊണ്ടല്ല, ലക്ഷങ്ങൾ കടമുണ്ട്, വാടക വീട്ടിലാണ് താമസം. എന്നാലും മോളുടെ കണ്ണു നിറയരുതെന്നായിരുന്നു ആഗ്രഹമെന്ന് വാക്കുകൾ മുഴുമിപ്പിക്കാനാകാതെ ആ പിതാവ് വിങ്ങിപ്പൊട്ടി. ഗാർഹിക പീഡനത്തെക്കുറിച്ച് വാട്സാപ്പ് സന്ദേശത്തിലൂടെ വീട്ടുകാരെ അറിയിച്ചതിന് പിന്നാലെയാണ് ഗർഭിണിയായ ഈ ഫസീല മരിച്ചത്. സംഭവത്തിൽ ഭർത്താവും മാതാവും അറസ്റ്റിലായി. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ താമസിക്കുന്ന പരിയാശ്ശേരി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സക്കീനയുടെ മകളാണ് ഫസീല. യുവതിയുടെ വീട്ടുകാരുടെ പരാതിയിൽ ഭർത്താവ് കരുപ്പടന നെടുങ്ങാണത്ത് കുന്നിൽ വലിയകത്ത് നൗഫലിനെയും മാതാവ് റംലയെയും ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഗർഭിണിയായ തന്നെ നൗഫലും റംലയും ക്രൂരമായി ഉപദ്രവിച്ചതായുള്ള വാട്സാപ്പ് സന്ദേശങ്ങളാണ് ഫസീല ചൊവ്വാഴ്ച രാവിലെ 6:49 അമ്മയുടെ ഫോണിലേക്ക് അയച്ചത്. സന്ദേശങ്ങൾ കണ്ട് മാതാപിതാക്കൾ തിരക്കിയെത്തിയപ്പോൾ തലകറങ്ങി വീണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന വിവരമായിരുന്നു നൗഫലിന്റെ വീട്ടുകാർ നൽകിയത്. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മകൾ മരിച്ച വിവരം അബ്ദുൾ റഷീദും സക്കീനയും അറിഞ്ഞത്. കാർഡ്ബോർഡ് കമ്പനി ജീവനക്കാരനാണ് നൗഫൽ. 10 മാസം പ്രായമുള്ള മുഹമ്മദ് സയാനാണ് മകൻ. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രീനാരായണപുരം പരിയാശ്ശേരി ജുമാ മസ്ജിദിൽ ഖബറടക്കി. ഫസീലയുടെ നാഭിൽ ചവിട്ടിയിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാണ്. രണ്ടാമത് ഗർഭിണിയായതിന്റെ പേരിലായിരുന്നു നൗഫലിന്റെ ക്രൂര പീഡനം. ചൊവ്വാഴ്ച രാവിലെ 7:30യോടെയാണ് വീടിന്റെ മുകളിലെ ട്രസ് വർക്കിന്റെ ഇരുമ്പ് സ്ക്വയർ ട്യൂബിൽ ഷാൾ ഉപയോഗിച്ച് കെട്ടിത്തൂങ്ങിയ നിലയിൽ ഫസീലയെ കണ്ടെത്തിയത്. ഭർത്താവിന്റെ വീട്ടുകാർ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഗർഭിണിയെന്ന് അറിഞ്ഞിട്ടും വയറ്റിൽ ചവിട്ടിയെന്നും ഫസീല തന്റെ ഉമ്മയ്ക്ക് അയച്ച സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. താൻ മരിക്കാൻ പോവുകയാണെന്നും മരിച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്നുമാണ് അപേക്ഷയായി, അതായത് അവസാനത്തെ അപേക്ഷയായി ഫസീല രാവിലെ 6:49 അയച്ച സന്ദേശത്തിൽ പറയുന്നത്. 1.25 വർഷം മുൻപായിരുന്നു കാർഡ്ബോർഡ് കമ്പനി ജീവനക്കാരനായ നൗഫലുമായുള്ള ഫസീലയുടെ വിവാഹം നടന്നത്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പുരിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സക്കീനയുടെയും മകളായ ഫസീല താൻ ഭർത്താവിന്റെ കഴുത്തിന് പിടിച്ചുവെന്ന് ആരോപിച്ചും തന്നെ ഉപദ്രവിച്ചുവെന്നും ഗർഭിണിയെന്ന് അറിഞ്ഞിട്ടും വയറ്റിൽ ചവിട്ടിയെന്നും ഫസീലയുടെ ഉമ്മയ്ക്ക് സന്ദേശം അയക്കുകയായിരുന്നു. താൻ മരിക്കാൻ പോവുകയാണെന്നും മരിച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് മാത്രമായിരുന്നു തന്റെ അപേക്ഷയെന്നും ഈ ഫസീല അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത് വാട്സാപ്പ് സന്ദേശത്തിൽ ഫസീല അയക്കാനുണ്ടായ ആ ഒരു കാരണം എന്താണെന്നറിയില്ല. എന്തുകൊണ്ടായിരിക്കാം പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് പോലും ഫസീല അഭ്യർത്ഥിച്ചത്. രാവിലെ 7 മണിക്കായിരുന്നു ഫസീല അവസാനമായി ഈ ഓൺലൈനിൽ എത്തിയത്. ഭർത്തൃ വീട്ടിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ഫസീല നിരന്തരം ഈ വീട്ടിൽ അറിയിച്ചിരുന്നുവെങ്കിലും വീട്ടുകാർ ഗൗരവത്തിൽ എടുത്തില്ലെന്നാണ് ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നത്. കുടുംബങ്ങൾ അകന്നു പോകരുതെന്ന് കരുതി എല്ലാം പറഞ്ഞ് പൊരുത്തപ്പെടുകയായിരുന്നുവെന്നും ഒടുവിലായി പ്രശ്നമുണ്ടായപ്പോൾ സംസാരിക്കാൻ എത്തിയിരുന്നുവെന്നും എന്നാൽ സ്വന്തം മകളെ പോലെ കരുതുമെന്ന് നൗഫലിന്റെ മാതാവ് പറഞ്ഞു വിശ്വസിപ്പിച്ച് മടങ്ങി പോന്നുവെന്നും ബന്ധുക്കൾ കണ്ണീരോടെ പറയുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ വന്നു കയറുന്ന പെൺമക്കളെ അല്ലെങ്കിൽ മരുമക്കളെ സ്വന്തം മകളായി കാണുവാൻ ആർക്കും കഴിയാത്തത്? പഠിപ്പും ജോലിയും നോക്കി പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നീട് ജോലിയും മറുത്ത് പഠിപ്പും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ക്രൂര പീഡനങ്ങൾക്ക് ഇരയാക്കുന്നു. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ക്രൂരമായി ആ ഭാര്യയെ തല്ലുന്ന ഭർത്താവ്. ഇങ്ങനെയുള്ളവർ എന്തിനാണ് ഇത്തരത്തിൽ വിവാഹത്തിന് പോലും മുതിരുന്നത്? സ്വന്തം ഉമ്മ പോലും ആ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ആ ഉമ്മയുടെ പീഡനങ്ങൾക്കൊപ്പമാണ് സ്വന്തം ഭർത്താവും ചേർന്ന് ആ ഭാര്യ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നത്.
സ്വന്തം വീട്ടിൽ നിന്നും വിവാഹത്തോടെ ഭർത്തൃ വീട്ടിലേക്ക് താമസം മാറേണ്ടി വരുന്ന സ്ത്രീകൾ ഒരർത്ഥത്തിൽ അഭയാർത്ഥികളാണ്. ചെന്നു കയറുന്ന വീട് സ്വന്തം പോലെ കരുതണമെന്ന് ചെറുപ്പം മുതൽ കണ്ടീഷൻ ചെയ്യപ്പെടുന്നവരാണ് സ്ത്രീകൾ. പക്ഷേ പ്രായോഗികമായി എത്രമാത്രം സാധ്യമാകും ഇത്? ഒത്തൊരുമയുടെ അങ്ങ് കഴിഞ്ഞു പോയാൽ പോരെ എന്ന് കാരണവർ ചമയുന്നവരാണ് അധികവും. വീടെന്നാൽ ചാരുകസേരയും ചായക്കോപ്പയുമാണെന്ന് ധരിച്ചു വെച്ചവർക്ക് അങ്ങനെയൊക്കെ പറയാം. സ്ത്രീകൾക്ക് വീടെന്നാൽ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട നഴ്സറിയും പഠിപ്പിക്കേണ്ട വിദ്യാലയവും നേരാനേരം വെച്ചു വിളമ്പേണ്ട ഹോട്ടലും രോഗം വന്ന് കിടപ്പിലായവരെ പരിചരിക്കേണ്ട ആശുപത്രിയും മാറാല തട്ടൽ മുതൽ കറിവയ്ക്കൽ വരെയുള്ള ജോലികൾ ചെയ്യേണ്ട തൊഴിലിടവുമാണ്. അവിടെ ഈ പറയുന്ന ഒത്തൊരുമയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ബുദ്ധിമുട്ടുകളും ഈ ജോലികളിൽ പോലും വന്നുകയറിയ പെണ്ണിന്റെ സ്വയം നിർണയാവകാശത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട്. അരി എത്ര ഇടണമെന്നും കറിക്ക് എന്ത് അരിയണമെന്നും വീട്ടിലുള്ളവരോട് നേരാനേരം അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. ഇന്നും ചില വീടുകളിലൊക്കെ ഇത് അരങ്ങേറുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ നാപ്പി മാറ്റുന്നത് മുതൽ അവരെ പഠിപ്പിക്കുന്നത് വരെ എല്ലാറ്റിലും ആ വീട്ടിൽ വന്നു പോകുന്നവരുടെ അടക്കം അഭിപ്രായങ്ങൾ കേൾക്കണം. ജോലിക്ക് പോകണോ വേണ്ടയോ, പോണെങ്കിൽ തന്നെ എന്തു ജോലി എന്നിങ്ങനെ എല്ലാറ്റിനും അവൾക്കുമേൽ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ വന്ന് ശ്വാസം മുട്ടിക്കും. എത്ര വട്ടം പ്രസവിക്കണമെന്നതിൽ പോലും വീട്ടിലുള്ളവർക്കെല്ലാം അഭിപ്രായമുണ്ടാകും. തനിക്ക് യാതൊരു മുൻപരിചയവുമില്ലാത്ത ഭർത്തൃ സഹോദരങ്ങൾക്കും അവരുടെ കുടുംബത്തിനും ബന്ധുക്കൾക്കും തന്നോട് സഹകരിക്കുവാൻ തയ്യാറല്ലാത്തവരാണെങ്കിൽ പോലും അവർക്കിടയിൽ സഹിഷ്ണുതയോടെ കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്നവരാണ് മിക്ക സ്ത്രീകളും. അതേസമയം ഇതേ വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെട്ട ഭർത്താവിന് കുറെ കൂടി കേമനായി സ്വന്തം കുടുംബത്തിൽ വിലസുകയും ചെയ്യാം. വിവാഹത്തോടെ പുരുഷനും അവന്റെ കുടുംബത്തിൽ അഭിപ്രായങ്ങൾ പറയുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും മറ്റും കൂടുതൽ അധികാരങ്ങൾ കൈവരുമ്പോൾ സ്ത്രീ വിവാഹത്തോടെ സ്വന്തം വീട്ടിൽ പാടെ അന്യായപ്പെട്ടവളാകും. അതുവരെ ജീവിച്ചു പോന്ന സ്വന്തം വീട്ടിൽ വിവാഹത്തോടെ വിരുന്നുകാരിയാവുക. വല്ലപ്പോഴും ചെല്ലുമ്പോൾ കാണുന്നവരൊക്കെ എപ്പോ വന്നു, എന്ന് പോവും എന്നൊക്കെ കുശലം ചോദിക്കുക. അത്ര എളുപ്പമല്ല ആ അനുഭവം. സ്വന്തം കുടുംബത്തിലെ അടുത്ത ബന്ധുക്കളുടെ വിവാഹങ്ങൾക്ക് പോലും ക്ഷണിക്കപ്പെടാതെ പോയേക്കും. വിവാഹത്തോടെ താൻ അത്രകാലം ജീവിച്ച വീട്ടിൽ ഒരു കാര്യത്തിലും പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയേണ്ടതില്ല എന്നാവും. കെട്ടിച്ചുവിട്ട പെൺമക്കളുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും റേഷൻ കാർഡിൽ നിന്നും മാത്രമല്ല പെട്ടിപ്പോകുന്നത്, ആ വീടിന്റെ അകത്തളങ്ങളിൽ നിന്നുകൂടിയാണ്. അതേസമയം അവൾ ഭർത്തൃവീട്ടിൽ വാ തുറക്കേണ്ടതേ ഇല്ലാതാകും. വന്നു കയറിയവൾ എന്നത് ഏറെയും കുറഞ്ഞും അനുഭവപ്പെടും. ഭാര്യ ഭർത്തൃവീടിനോട് പൊരുത്തപ്പെട്ട് കാലാകാലം ജീവിക്കുന്നത് മേന്മയാകും. ഭർത്താവ് ഭാര്യ വീട്ടിൽ 4 നാളിലധികം താമസിക്കുന്നത് കുറച്ചിലും ആയിത്തീർന്ന വിരോധാഭാസമാണ് ദാമ്പത്യം. ഭർത്തൃ വീട്ടിലും സ്വന്തം വീട്ടിലും അനുഭവിക്കുന്ന ഈ അന്യതാബോധമാണ് വിവാഹിതരായ സ്ത്രീകളെ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നത്തിലേക്ക് എത്തിക്കുക. പുരുഷനെ സംബന്ധിച്ച് അതൊരു ആവശ്യമാവണമെന്നില്ല. തന്റെ മാതാപിതാക്കൾ തനിച്ചാവുമെന്നോ മാറി താമസിക്കുന്നത് അവരെ വേദനിപ്പിച്ചേക്കുമെന്നൊക്കെയുള്ള ന്യായങ്ങളാവും ഭർത്താവ് ഉന്നയിക്കുക. ന്യായങ്ങളൊക്കെ തികച്ചും ന്യായമാണ്. പക്ഷേ ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപ് വിവാഹദിനത്തിൽ തന്നെ അനുഭവിച്ച ഭാര്യമാർ അത് ഉൾക്കൊള്ളണമെന്ന് വാശി പിടിക്കരുത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.